ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ധൃതരാഷ്ട്രാലിംഗനം എന്ന പ്രയോഗം? സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ നമ്മൾ ഒരു തമാശയായി പറയാറുണ്ട്. ഈ പ്രയോഗത്തിന് പിന്നിൽ ഒരു പുരാണകഥയുണ്ട്. വെറും കഥയല്ല, മഹാഭാരതത്തിലെ പകയുടെയും ദുഃഖത്തിന്റെയും ആഴമുള്ള ഒരു അധ്യായമാണത്. നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് പാണ്ഡവന്മാർ തിരിച്ചെത്തി. പക്ഷേ ദുര്യോധനനും കൂട്ടരും അവർക്ക് ഒരു സൂചികുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ലെന്ന് വാശിപിടിച്ചു. ഒടുവിൽ കുരുക്ഷേത്രയുദ്ധം ആരംഭിച്ചു. കൗരവന്മാർ പരാജയപ്പെട്ടു. കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു. ദുഃഖത്തിലായ ധൃതരാഷ്ട്രർ തന്റെ ഭാര്യ ഗാന്ധാരിയോടൊപ്പം യുദ്ധഭൂമിയിലെത്തി. അവിടെ ഭീമസേനന്റെ ഗദാപ്രയോഗത്തിൽ തകർന്നു കിടക്കുന്ന ദുര്യോധനന്റെ തുടയെല്ലുകൾ കണ്ട് അദ്ദേഹം സങ്കടം സഹിക്കാനാവാതെ വിതുമ്പി. അപ്പോൾ പാണ്ഡവന്മാർ അദ്ദേഹത്തെ കാണാനെത്തി. ആദ്യം യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രരുടെ കാൽത്തൊട്ട് വണങ്ങി. കോപം ഉള്ളിലൊതുക്കി ശാന്തനായി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ധൃതരാഷ്ട്രർ അനുഗ്രഹിച്ചു. പിന്നീട് ഭീമസേനൻ വന്നപ്പോൾ ധൃതരാഷ്ട്രരുടെ മുഖം മാറി. ഭീമനെ കെട്ടിപ്പിടിച്ച് തന്റെ മകനെ കൊന്നതിനുള്ള പ്രതികാരം ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആഗ്രഹം. പക്ഷേ ഈ ഭാവമാറ്റം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഒരു തടസ്സമായി മുന്നിൽ വന്നു. ഭീമനെ ആലിംഗനം ചെയ്യാൻ കൈ നീട്ടി നിൽക്കുന്ന ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ ഭീമന്റെ അതേ വലുപ്പമുള്ള ഒരു ഇരുമ്പു പ്രതിമ നീക്കി നിർത്തി. ധൃതരാഷ്ട്രർ ആ പ്രതിമയെ നെഞ്ചോട് ചേർത്ത് തന്റെ സർവശക്തിയും എടുത്തു കെട്ടിപ്പിടിച്ചു. 10,000 ആനകളുടെ ശക്തിയുള്ള ആ കൈകളിൽ ആ ഇരുമ്പു പ്രതിമ തകർന്നു തരിപ്പണമായി. ആലിംഗനത്തിന്റെ ആഘാതത്തിൽ ധൃതരാഷ്ട്രർ പോലും രക്തം ഛർദ്ദിച്ചു. ഹോ, എന്റെ ഭീമൻ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, ഇത് ഭീമനല്ല, ഭീമന്റെ ഇരുമ്പു പ്രതിമയാണ് എന്ന്. സത്യം മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ പശ്ചാത്തപിക്കുകയും കൃഷ്ണനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന പ്രയോഗം വരുന്നത്. പുറമെ സ്നേഹം കാണിച്ചുകൊണ്ട് ഉള്ളിൽ നശിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരാളോട് പെരുമാറുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്നേഹത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് വരുന്ന പകയെയും ചതിയെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ശക്തമായ പ്രയോഗം കൂടിയാണിത്. ഇങ്ങനെയുള്ള കൂടുതൽ പുരാണ കഥകൾ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.